മനുഷ്യനെ മടിയനാക്കുന്ന എളുപ്പം കാര്യങ്ങൾ ചെയ്യാൻ, ആരോഗ്യത്തിന് കാര്യം ചെയ്യാനല്ല, എളുപ്പം ചെയ്യാനുള്ള ഗവേഷണങ്ങളായി നടന്നതല്ല എല്ലാം. ശരിയല്ല. അതിനിടയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് അത്രയും ആരോഗ്യമാണ്. അതിന്റെ വക്താക്കളായിട്ടാണ് നിങ്ങൾ ഇവിടെയും വന്നിരിക്കുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് രോഗം മാറില്ല. കഴിഞ്ഞ 50 കൊല്ലത്തെ ശാസ്ത്ര പുരോഗതിയോടൊപ്പം 50 കൊല്ലത്തെ വൈദ്യശാസ്ത്ര പുരോഗതി തുലനം ചെയ്താൽ വൈദ്യശാസ്ത്രത്തിന് എന്ത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യം ആലോചിച്ചാൽ മതി. ഒരു ഭാഗത്ത് നിങ്ങളെ എളുപ്പവഴിയിൽ കൊണ്ടുപോവാണ്. മൺകലങ്ങൾ എടുത്തു മാറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന പുതിയ പാത്രങ്ങളുടെ മുഴുവൻ ചരിത്രം എടുക്കുക. ആരോഗ്യത്തിന്റെ ചരിത്രം എടുക്കുമ്പോൾ കൽച്ചട്ടികൾ എടുത്തു മാറ്റി പുതിയ പാത്രങ്ങൾ കൊണ്ടുവന്നതിന്റെ ചരിത്രം എടുക്കുക. ആരോഗ്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ കൊണ്ടുവന്നതെന്ന് നോക്കുക. നിങ്ങളുടെ വീടുകൾക്കകത്ത് മെഴുകിയ തറകൾ, ചാണകം കൊണ്ട് മെഴുകിയ തറകൾ മാറ്റി, സിമെന്റിട്ട തറകൾ മാറ്റി, മാർബിളും ഗ്രാനൈറ്റും എല്ലാം കൊണ്ടുവന്നത് ആരോഗ്യത്തിലേക്ക് സംഭാവനയായിട്ടായിരുന്നോ എളുപ്പമായിരുന്നോ എന്ന് നോക്കുക. മനസ്സിലായില്ല? നിങ്ങളുടെ ആഹാര രീതിയിലേക്ക് നിത്യവും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം മാറി എളുപ്പവഴിയിൽ മല്ലിയും മുളകും ജീരകവും പൊടിച്ചത് മേടിച്ചുകൊണ്ടിരുന്നതിലേക്ക് നിങ്ങൾ വികസിച്ചപ്പോൾ ആരോഗ്യം കൂടിയോ കുറഞ്ഞോ നോക്കുക. ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിച്ച് തീർക്കാനുള്ളത് അന്നൊന്നുണ്ടാക്കുന്നതിന് പകരം ഉണ്ടാക്കിയ ഭക്ഷണം കെട്ടുകണക്കിന് 4-5 തട്ടുകളിൽ ഫ്രീസറിലും ഫ്രിഡ്ജിലും വെച്ചത് ആരോഗ്യത്തിന് സംഭാവനയായോ എന്ന് ആദ്യം ആലോചിക്കുക. ഇതൊക്കെ നല്ലപോലെ ആലോചിക്കുക. ഒരടുക്കിൽ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ആദ്യം മൺപാത്രം കൊണ്ട്, കൽച്ചട്ടി കൊണ്ട് പാചകം ചെയ്യാനും വെള്ളം കൊണ്ടുവരാനും ഉപയോഗിച്ച കാലങ്ങളിൽ അതിനകത്തെ വെള്ളം കണ്ടാമിനേറ്റഡ് ആയിരുന്നില്ല. കാരണം അവ പോർസ് ആയതുകൊണ്ട് അവയിൽ കെട്ടിനിന്ന് ബാക്ടീരിയയും അമീബയും അണുക്കളും ഉണ്ടായില്ല. ശരിയാണോ? ശരിയല്ല. അതിന്റെ സ്ഥാനം അലുമിനിയം കലങ്ങൾ സ്ഥാനം പിടിച്ചപ്പോൾ അലുമിനിയത്തിൽ വെള്ളം വെച്ചാൽ 24 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം ഊറ്റിയിട്ട് കൈകൊണ്ടെടുത്ത് വടിച്ചാൽ അലുമിനിയം ഓക്സൈഡ് കിട്ടും. പ്ലാസ്റ്റിക്കിന്റെയും അലുമിനിയത്തിന്റെയും പാത്രങ്ങളിൽ വീട്ടിലിരിക്കുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞ് ആ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റോ അതുമല്ലെങ്കിൽ സ്റ്റീൽ കലമോ എടുത്തിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് കൈകൊണ്ട് വടിച്ചാൽ ഇഴുക്കലുള്ളൊരു ദ്രാവകം പൂപ്പല് പോലെ കിട്ടും. ശരിയല്ല? അതിൽ ബാക്ടീരിയയും അമീബയും ഫംഗസും പെരുമാറാൻ തുടങ്ങി. മൺകലത്തിൽ ഇതുണ്ടായോ നോക്കുക. വെള്ളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വായുവിന് സമ്പർക്കമുണ്ടാവുകയും ജലത്തെ മലിനമാക്കാതെ സൂക്ഷിക്കുകയും ചെയ്ത, ദിവസങ്ങളോളം മൺപാത്രങ്ങളിൽ ഇരുന്നാൽ പോലും കുടിക്കുമ്പോൾ രുചിഭേദം വരാതിരുന്ന വെള്ളം മുഴുവൻ മാലിന്യമാക്കിയെടുത്തത് നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ എളുപ്പവഴിയിലുള്ള യാത്ര മാത്രമാണ്. ആരോഗ്യത്തെ അല്പം പോലും പരിഗണിക്കാതെയാണ് നിങ്ങളുടെ ഭൗതിക ശാസ്ത്രങ്ങൾ നിങ്ങളുടെ ഇടയിലൂടെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളർത്തി ഈ പരുവത്തിൽ എത്തിച്ചു തന്നത്. എന്റെ ആക്ഷേപം തെറ്റാണെങ്കിൽ എന്നെ തല്ലാം. നിങ്ങളൊക്കെ വിദ്യാസമ്പന്നരാണ്. ഞാൻ ബീഹാറിൽ നിന്നല്ല പറയുന്നത്. മൺകലത്തിനകത്ത് രാവിലെ ഞാൻ ആദ്യം പറഞ്ഞു ഏകാഗ്രത. കാരണം മൺകലത്തിൽ പണിയെടുക്കുമ്പോൾ സീരിയൽ കാണാൻ പറ്റില്ല, പൊട്ടും. മൺകലത്തിൽ വെള്ളം ചുമന്നു കൊണ്ടിരുമ്പോൾ വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കണം, തട്ടിയാൽ ബുദ്ധിമുട്ടാവും. ആരോടെങ്കിലും ദേഷ്യം വരുമ്പോൾ എടുത്ത് കുത്താൻ പറ്റുകയില്ല. ശരിയല്ല? ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വരുമ്പോൾ സ്റ്റീൽ പാത്രവും അലുമിനിയം ഒക്കെ ആണെങ്കിൽ എടുത്തൊരു കുത്തു കൊടുക്കാം, അയാളെ തല്ലുന്നതിന് പകരം. ശരിയല്ല? മനസ്സ് മര്യാദയാകുന്നവർക്ക് മാത്രം, സംസ്കാരം ഉയരുന്നവർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒന്നാണ് മണ്ണിനോടുള്ള ഈ ബന്ധം. ശരിയല്ല? മൺപാത്രത്തില് രാവിലെ അരി വെക്കുന്നു, 6:30 മണിക്കോ 7 മണിക്കോ വെച്ച ചോറ്
എടുത്ത് അടച്ചു വെക്കുന്നു. അടപ്പിൽ തട്ടുന്ന ആവി അതിലേക്ക് തന്നെ വീഴുന്നു. ഇഷ്ടം പോലെ വെള്ളം വീഴും. ശരിയല്ല. കംപ്ലീറ്റ് വാർത്ത് വെള്ളം പോയിട്ടും ഉണ്ടാവില്ല. അങ്ങനെ വാർത്ത് അടച്ചവിടെ വെച്ചിട്ട് ഒരു സ്ത്രീ രാവിലെ ചോറതിൽ നിന്നും കോരിയിട്ട് മക്കൾക്ക് കൊടുത്തു, ഉച്ചയ്ക്ക് കൊടുത്തു, രാത്രി കൊടുത്തു. രാത്രിയിൽ ആ ചോറെടുക്കുമ്പോൾ അവിയലോ മറ്റു കൂട്ടാനുകളോ കൽച്ചട്ടിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരം എടുക്കുമ്പോൾ അതിൻ്റെ ജലനിരപ്പ് കൽച്ചട്ടിയിൽ എത്ര വരെ ആയിരുന്നുവോ അതിന് മുകളിലേക്ക് ആവി തട്ടി വീണ്ടും വീണ ജലം എത്രയായിരുന്നുവോ അത് മിക്കവാറും കുറഞ്ഞ് നല്ല പോലെ കുറുകി അതിലെ ജലാംശം പുതുതായി വീണതില്ലാതെ വരികയാൽ അതിലെ ചൂടുകൊണ്ട് തന്നെ തട്ടി വീണ വെള്ളം മുഴുവൻ ആ കൽച്ചട്ടിയുടെ പോർസലൈൻ നേച്ചർ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ, ചോറിനകത്തേക്ക് വീണ ആവി മുഴുവൻ മൺകലത്തിന്റെ പോർസലൈൻ നേച്ചർ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അതിനകം ഒരു അണുനാശകം പോലെ സൂക്ഷിക്കാൻ കൽച്ചട്ടിക്കും കലത്തിനും കഴിഞ്ഞിരുന്നു. ആ കണ്ടെത്തൽ അന്ധവിശ്വാസവും അനാചാരവുമായി മാറുകയും നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ശാസ്ത്രീയമാണെന്ന് നിങ്ങൾ പഠിക്കുകയും ചെയ്തപ്പോൾ സ്റ്റീൽ കലങ്ങളിലും അലുമിനിയം പാത്രങ്ങളിലും മറ്റ് സങ്കര ഇനം പാത്രങ്ങളിലുമെല്ലാം നിങ്ങൾ വെച്ച ഭക്ഷണ പദാർത്ഥങ്ങളിലെ ജലം നീരാവിയായി ഉയർന്നത് താഴേക്ക് വീണ് അതതിലെ സ്റ്റാർച്ചുമായി പ്രതിപ്രവർത്തനം ചെയ്ത് അതിനകത്ത് ബാക്ടീരിയയും അമീബയും ഉണ്ടായി ഇഴുകി അമീബയുടെയും ബാക്ടീരിയയുടെയും അമിനോ അമ്ലങ്ങൾ അതിനകത്ത് പ്രതിപ്രവർത്തിക്കുന്ന നിലയിൽ വൈകുന്നേരം വാരി ഉണ്ണുമ്പോൾ അതുണ്ട നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഗ്യാസും അൾസറും ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ ഒരു മരുന്ന് കഴിച്ചത് മാറാൻ പോയി മരുന്ന് കഴിച്ചാൽ പിറ്റേ ദിവസവും നിങ്ങൾ കഴിക്കുന്നത് ഈ ആഹാരമാണ്. മനസ്സിലായില്ല? പ്രായമുള്ളതുകൊണ്ട് അത് ശരിയാന്ന് പറഞ്ഞു. ചെറുപ്പക്കാർക്ക് ഇപ്പോഴും ശരിയാണെന്ന് തോന്നി തുടങ്ങിയിട്ടില്ല. കാരണം അവരുടെ ശാസ്ത്രം വളരെ വലുതാണ്, മുഴുപ്പുള്ളതാണ്. അതിൻ്റെ പേരിൽ അവരുടെ പേരിൻ്റെ അറ്റത്ത് ABCD അക്ഷരം മുഴുവൻ അത് എഴുതി വെച്ച് അവർ ഈ ജനത്തെ മുഴുവൻ വഞ്ചിച്ചിന്ന് ജീവിക്കുന്നത്. വെറും കള്ളന്മാർക്ക് ഇത് സമ്മതിക്കാനൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അങ്ങ് പ്രായം ചെന്ന ആളായതുകൊണ്ടും അങ്ങയുടെ കുട്ടിക്കാലം ഇത് കണ്ടു വളർന്നതുകൊണ്ടും ബോധ്യമുള്ളത് കൊണ്ട് മനസ്സിലായിട്ടുണ്ട്. വൈകുന്നേരം അമ്മ ആ ചോറ് വിളമ്പി തരുമ്പോൾ അതിനകത്ത് അല്പം പോലും ഇഴുക്കലോ പിഴുക്കലോ ഇല്ല. അതുണ്ട് കഴിഞ്ഞാൽ ഒരു സുഖമുണ്ട് കിടന്നുറങ്ങാൻ. ഇത് മോനെ കളയാൻ പറ്റുമോ? രാവിലെ വെച്ചതാ പിഴുകി. ഇന്ന് പോരെങ്കിൽ സീരിയൽ കണ്ടിരുന്ന താമസിച്ചും പോയി 10 മണിയായി. ഇനി വെക്കാനൊന്നും പറ്റുകയില്ല. അത് മോരൊഴിച്ചങ്ങുണ്ട്, അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു. അപ്പോൾ അതിൻ്റെ അമിനോ അമ്ലം മാറി ഗ്യാസ് കൂടുതലായി. രാവിലെ ഏറ്റിട്ട് വയറ്റിൽ നിന്ന് പോകുന്നില്ല. അതിന് പിന്നെ ഉടനെ മരുന്ന് മേടിക്കാൻ ഓടി. പിറ്റേ ദിവസവും ഇത് തന്നെ തീറ്റയായി. ശരിയല്ല. ഈ ശാസ്ത്രത്തെ പൊക്കിപ്പിടിച്ച നിങ്ങളുടെ മാധ്യമങ്ങളും നിങ്ങളുടെ മതങ്ങളും നിങ്ങളുടെ ജാതികളും നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങളുടെ സന്യാസി ശ്രേഷ്ഠന്മാരും ഒക്കെ ഈ ശാസ്ത്രം കേമാണെന്ന് പറഞ്ഞുകൊണ്ട് അടിച്ച് ജനങ്ങളെ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളും ഭരണാധികാരികളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുന്ത്രാണ്ടത്തിന്റെ കച്ചവടത്തിലായി ഇന്ന് മനുഷ്യൻ പണിയെടുക്കാതെ ജീവിക്കുന്ന മുഴുവൻ. ഇതിന്റെ ഇടയാളന്മാർ, ഇത്തരം പാത്രങ്ങൾ വീട്ടിലെത്തിക്കുന്നവർ, ഇത്തരം കച്ചവടം നടത്തുന്നവർ, അവനൊക്കെ കൂടിയാണ് ഈ പഴയ ജീവിതത്തിന്റെ സുഖമായ നില കളഞ്ഞു കുളിച്ചു ഇറങ്ങിയത്. അതിൻ്റെ കൂടെയാണ് നിങ്ങൾ ജീവിച്ചത്. ഇനി തിരിച്ചു പോക്കൊന്നും അത്ര എളുപ്പമൊന്നും പറ്റുകയില്ലെന്നറിയാം. ഒരു 10 പേര് തിരിച്ചു പോയാൽ ഈ നാട് നന്നാകുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്റർനെറ്റിലൂടെയും മറ്റുള്ളതിലൂടെയും ഒക്കെ ഒരുപാട് ശാസ്ത്രം അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ല? എഴുതാവുന്ന എഴുത്തുകളിലൂടെയൊക്കെ ഇതുമല്ലോ നിങ്ങളൊന്ന് എഴുതി നോക്ക്. അപ്പൊ നിങ്ങൾക്കറിയാം തല്ലെത്ര വാങ്ങിക്കുന്നത്. ഇത് തന്നെ നിങ്ങൾ മര്യാദയ്ക്ക് നിന്ന് കേൾക്കുന്നത് നിവർത്തികേട് കൊണ്ടാ. വന്ന് കേൾക്കുക. ഞാൻ അങ്ങോട്ടൊന്നും പറയല്ല. ശരിയല്ല? രാവിലെ വണ്ടിയും പിടിച്ചു വന്ന് ഇപ്പൊ ചിലർക്കുള്ള സങ്കടം, നമ്മളെക്കാൾ ഇച്ചിരി വിദ്യാഭ്യാസം കൂടിയ ഭാര്യയാണ് വീട്ടിലിരിക്കുന്നത്. അവളോട് ചെന്ന് പറഞ്ഞാൽ ഇതൊന്നും സമ്മതിക്കില്ല. അവളെ വിളിച്ചുകൊണ്ടിരായിരുന്നു ഇത് കേൾപ്പിച്ചിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ വിചാരിക്കുന്ന വിളവന്മാരുടെ മുഖമൊക്കെ കാണാം. ശരിയല്ല? ശരിയാ. അത് വളരെ ആലോചിച്ച് മതി. നല്ലവണ്ണം ആലോചിച്ച് നല്ലവണ്ണം തീരുമാനിച്ചിട്ടൊരു മരുന്ന് മേടിച്ചാൽ മതി.
ഏറ്റവും പ്രധാനം ഏകാഗ്രത പോയി. 2 കണ്ടാമിനേഷനായി, അമീബയുടെയും ബാക്ടീരിയയുടെയും. 3 അലുമിനിയത്തിൽ വെറും വെള്ളം വെച്ചാൽ റിയാക്ട് ചെയ്യും. ആ അലുമിനിയത്തിൽ വാളംപുളി, കൊടംപുളി, തക്കാളി ഇതുപോലെ ആസിഡുള്ള പദാർത്ഥങ്ങൾ, അതേപോലെ തന്നെ മൂലി എന്ന് പറഞ്ഞാൽ മുള്ളങ്കി, അതുപോലുള്ള ക്ഷാരഗുണങ്ങളുള്ള പദാർത്ഥങ്ങൾ, അവയൊക്കെ പ്രതിപ്രവർത്തിക്കുമ്പോൾ അലുമിനിയത്തിന്റെ ഓക്സൈഡുകളും കാർബണേറ്റുകളും അലുമിനിയത്തിന്റെ ക്ലോറൈറ്റുകളും ക്ലോറൈഡുകളും എല്ലാം ഉണ്ടാവും. അവ നേരെ വയറ്റിലോട്ട് ചെല്ലും. അലുമിനിയം ഭക്ഷണയോഗ്യമായ ഒരു പദാർത്ഥമല്ല. അലുമിനിയം ഭക്ഷണം വഴി അകത്ത് കിടന്നാൽ നേരിട്ട് അലുമിനിയത്തിൻ്റെതാണ് സോൾട്ടുകളെങ്കിൽ ആദ്യം മലബന്ധം ഉണ്ടാക്കും. 2 ട്യൂമർ ആക്ടിവിറ്റി ഉള്ളതാണ് അലുമിനിയം. ശരീരത്തിലെല്ലാം മുഴകൾ ഉണ്ടാവും. അവ മലിഗ്നന്റ് ആയാൽ ക്യാൻസർ ആവും. അലുമിനിയം സംഭാവന ചെയ്യുന്ന രോഗങ്ങളുടെ പട്ടിക വളരെ കൂടുതലാണ്. പ്രഷർ കുക്കറുകളായും മറ്റ് പാത്രങ്ങളായും ഇന്ന് അലുമിനിയമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്. ശരിയാണ്. ആദ്യം എല്ലായിടത്തും പൊള്ളയെ കളയുക, എന്നിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ മതി. കൽച്ചട്ടി, അതെ, അത് കൽച്ചട്ടി അടിച്ചാലൊന്നും പൊട്ടൂല. അങ്ങനെ മൺപാത്രം കറുത്ത നിറത്തിലുള്ളതല്ലേ. കൽച്ചട്ടികൾ ഉപയോഗിക്കാം. സ്റ്റീലും പറ്റില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റീലും പറ്റില്ല. സ്റ്റീലിനകത്തും ഞാൻ ഈ പറഞ്ഞ അമീബയും ബാക്ടീരിയയും ഫോം ചെയ്യും ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ. 2 അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്റ്റീൽ പാത്രം വാങ്ങിക്കുമ്പോൾ 1 കിലോ സ്റ്റീലിന് 150 രൂപ വരെ നിങ്ങളുടെ നാട്ടില് കടകളിലെ സ്റ്റീലിന് വിലയുള്ളൂ. അവ ഡൽഹിയിൽ നിന്ന് വരുന്ന പാട്ട, ക്രോമിയം പ്ലേറ്റഡ് ആയിട്ടുള്ള ഡൽഹിയിൽ വരുന്ന സാധനം അടിച്ച് പരത്തി തരുന്നതാണ്. അത് 90 മുതൽ 150 രൂപ വരെയാണ് ഇന്ന് കടകളിൽ വിലയുള്ളത്. വീടുകളിൽ കൊണ്ടുവരുമ്പോൾ അത് 70-നും 80-നും ഒക്കെ കിട്ടും. ആ ക്രോമിയം നിങ്ങളുടെ ശരീരത്തിലെത്തിയാൽ നേരിട്ട് ബ്ലഡ് വഴി ബ്രെയിനിൽ വരെ എത്തുന്നതാണ്. അതുകൊണ്ട് ക്രോമിയം വളരെ കൂടുതലായി അപകടമുണ്ടാക്കുന്നതാണ്. ക്രോമിയവും നിക്കലും അതിനകത്തുണ്ട്. പലപ്പോഴും വളരെ അപകടകരമായി ഇന്ന് ഭക്ഷണത്തിലൂടെ കിടക്കുകയാണ്. അതുകൊണ്ട് ആ സ്റ്റീൽ പാത്രങ്ങൾ പറ്റില്ല. ഫുഡ് ക്വാളിറ്റി സ്റ്റീല് 305 305 ഗ്രേഡാണ്. അതിന് സേലം സ്റ്റീലിന് മാത്രം 300 രൂപയ്ക്ക് കൂടുതൽ വിലയാണ്. മനസ്സിലായില്ല? ഇല്ല, കൊടുത്ത് മോലാവില്ല. നിങ്ങൾ ലാഭം നോക്കി മേടിക്കാൻ പോലെ. പാത്രം മേടിക്കാൻ ചെല്ലുമ്പോൾ സാരി മേടിക്കാൻ പോകുന്നവരാണോ? മൊബൈൽ മേടിക്കാൻ പോകുന്നവരാണോ? മൊബൈല്, ഫാന്, മറ്റേ TV മുതലായതൊക്കെ മേടിക്കാൻ പോകുമ്പം 10 ഇരട്ടിയോ 15 ഇരട്ടിയോ വിലയിട്ടാലും നിങ്ങൾ മിണ്ടാതെ മേടിച്ചുകൊണ്ട് വരികയല്ലേ? മനുഷ്യൻ ഭക്ഷണത്തിനകത്തേക്ക് കഴിക്കുന്ന പാത്രം വാങ്ങിക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെയാ ഏറ്റവും വില കുറവെന്നല്ലേ അന്വേഷിക്കുക. അപ്പം വില കുറച്ചത് അപ്പുറത്ത് കിട്ടുമ്പം വില കൂട്ടിയൊരുത്തം തന്നാൽ നിങ്ങൾ വാങ്ങിക്കുമോ? ഫുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പ്രയോജനമുണ്ടോ? അവനവിടെ ചൊറിയും കുത്തിയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കുന്നതെല്ലാം 100% കണ്ടാമിനേറ്റഡാണ്. ഇപ്പം നിങ്ങൾ വാങ്ങിക്കുന്ന മാല പോലും പല പെണ്ണുങ്ങളുടെയും കഴുത്ത് കറുത്തത് ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ പറയുക മാല ഊരി വെക്കാനാണ് പറയുക, മരുന്ന് കഴിക്കേണ്ടതെന്നാണ് പറയുക. സ്വർണം മനുഷ്യന്റെ ശരീരത്തിൽ ഒട്ടും റിയാക്ട് ചെയ്യുന്നതല്ല. സ്വർണം ശരീരത്തിനകത്ത് അല്പം പോലും റിയാക്ട് ചെയ്യില്ല. ഒരു അലർജിയും ഉള്ളതല്ല സ്വർണം. ഡോക്ടർ എടുക്കുക ചെല്ലുമ്പോൾ പറയും സ്വർണത്തിന് അലർജി ഇല്ല, ആ കറബന്തിന്റെയാണ് ക്രോമിയം. കാരണം സ്വർണത്തിൽ പണ്ട് ചേർത്തിരുന്നത് ചെമ്പാണ്. ചെമ്പ് ആസിഡിൽ ഉരുക്കാം. അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ മായം കണ്ടുപിടിക്കാം. ഉരുകയില്ലാത്തൊരു ലോകം അന്വേഷിച്ചു പോയ നിങ്ങളുടെ കേരളത്തിലെ സ്വർണ്ണ കച്ചവടക്കാർ അടുത്ത കാലത്ത് കണ്ടെത്തിയ ഒരു സാധനമാണ് ക്രോമിയം. 916 ഒക്കെ അടിച്ചാ തരുന്നത്. മേടിച്ച് കഴുത്തേലിട്ടാൽ കഴുത്ത് കറക്കും. മനസ്സിലായില്ല? കേരളത്തിന് വെളിയിൽ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുവച്ചാൽ പണവും തരികയില്ല.
കേരളത്തിലാകുമ്പോൾ അവർക്ക് പിടിപാടുള്ളതുകൊണ്ട് അവർ വിളിച്ചു പറയും, കൊടുത്തത് ഞങ്ങളെടുത്തോളം, ആളെടുത്തില്ലെങ്കിൽ. മനസ്സിലായില്ല? അതാ ഇന്ന് കാലം. അതുകൊണ്ട് ഇതൊക്കെ മേടിച്ച് കഴുത്തേലിടുമ്പോൾ ആദ്യം ആലോചിക്കണം, രോഗത്തിന് വേണ്ടിയാണ്. ഗവൺമെന്റ് ഉണ്ടാവും, ആക്ടിവിസ്റ്റുകൾ ഉണ്ടാവും, മാധ്യമങ്ങളുണ്ടാവും, ഇവരൊക്കെ ഉണ്ടാവും. പക്ഷെ സ്വന്തം ആരോഗ്യം അവനോട് നോക്കേണ്ട കാലത്തിലെത്തിയിരിക്കുകയാണ്. ഒരു പദാർത്ഥം മേടിക്കുമ്പോൾ ആദ്യം ആലോചിക്കണം, എൻ്റെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഇത് എന്നെ രോഗമാക്കി മാറ്റുന്നതാണോ? ആണെങ്കിൽ അത് ഉപയോഗിക്കരുത്. അതുകൊണ്ട് പാത്രങ്ങൾ ഏറ്റവും സൂക്ഷിക്കണം. സ്റ്റീൽ, അലൂമിനിയം, ഇൻഡാലിയം, നോളിയം എല്ലാം മാറ്റണം. വാങ്ങിച്ചാൽ ഫുഡ് ക്വാളിറ്റി സ്റ്റീൽ വാങ്ങിച്ച് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് അപൂർവം കിട്ടും. ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ മല്ലി, മുളക്, ജീരകം, ഉലുവ തുടങ്ങിയ പദാർത്ഥങ്ങളൊക്കെ പഴയ കാലത്ത് അവധി ദിവസം നോക്കി, വീട്ടിൽ പുരുഷന്മാർ കൂടിയുള്ള ദിവസം നോക്കി അവ മേടിച്ചു കൊണ്ടിരും. അന്ന് കീടനാശിനികളില്ല, അന്ന് രാസവളങ്ങളില്ല. എന്നിട്ട് ഉൽപ്പാദിപ്പിച്ച ഈ വസ്തുക്കൾ വെറുതെ വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള തൻ്റെ ഇടം കാണിച്ചില്ല മനുഷ്യൻ. ആ സാധനം വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിലുള്ള പെണ്ണുങ്ങളിരുന്ന് പേറ്റിപ്പെറുക്കി, ആണുങ്ങളിരുന്ന് കഴുകി വൃത്തിയാക്കി, വാരി വെയിലത്തിട്ട് ഉണങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് ആവശ്യത്തിന് പൊടിച്ചോ ഇടിച്ചോ ഉപയോഗിച്ചിരുന്നു. കണ്ടിട്ടില്ല? ഇന്നതല്ല. ഇന്ന് രാസവളങ്ങളും കീടനാശിനിയും ഉള്ളത്. ചാക്കുംപടി വാങ്ങിക്കുന്ന കച്ചവടക്കാരൻ നിങ്ങൾക്ക് വേണ്ടി അത് കഴുകും. നിങ്ങൾ 2 ആള് താമസിക്കുന്നിടത്ത് ആകെ വേണ്ടത് 100 ഗ്രാം മല്ലിയായിരിക്കും. മനസ്സിലായില്ല? ആ 100 ഗ്രാം മല്ലി കഴുകാനുള്ള മടി കൊണ്ടാണ് നിങ്ങൾ ഇതിന്റെ പൊടി വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾക്കുണ്ടാകുന്നവൻ കഴുകിയെന്നും പേറ്റിയെന്നും ഒക്കെ വിശ്വസിക്കുന്ന നിങ്ങളെ ചാട്ടവാറിനടിക്കുകയാണ് വേണ്ടത്. ശരിയല്ല? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കുള്ള മടിയൊക്കെ അവിടുത്തെ തൊഴിലാളിക്കുമുണ്ട്. നിങ്ങൾ അവിടെ പോയി പണിയെടുത്താൽ അന്യന് വേണ്ടി, അവനവന് വേണ്ടി കഴുകാൻ മടിച്ചിരിക്കുന്ന ഈ കാലത്ത് അന്യന് വേണ്ടി ഇത് വൃത്തിയായി കഴുകും. ആ സങ്കല്പമാണ് നിങ്ങളുടെ തെറ്റ്. അതാ നിങ്ങളുടെ ആരോഗ്യം തകർത്തത്. മനസ്സിലായില്ല? മല്ലിക്കിപ്പോ 116 രൂപയാണ്. ശരിയല്ല? മല്ലിപ്പൊടിക്ക് 70 രൂപയുള്ളൂ. അത് നോക്കിയിട്ടില്ല? പൊടി മേടിച്ചിട്ടില്ല. പോയി പാക്കറ്റ് മേടിച്ചു. ഇപ്പൊ ഇറങ്ങിപ്പോയി മേടിക്കും. നിങ്ങളുടെ മഞ്ഞൾ പൊടി വിൽക്കുന്ന പാക്കറ്റിൽ എഴുതിയിരിക്കുന്ന നോക്ക്. പല പേര് കേട്ട കമ്പനികളുടെയും മഞ്ഞൾ പൊടിയിൽ ഇള്ളില്ല. മഞ്ഞ പൊടി. അപ്പൊ അതിലൊരു അവരുടെ ഒരു വലിയ ഓണറിൽപ്പെട്ട ഒരുത്തനോട് ചോദിച്ചു, എന്താടോ നിങ്ങളുടെ കയ്യിൽ മഞ്ഞളില്ലാത്തത്? അത് കേസ് കൊടുത്താൽ ഞങ്ങൾ ഇതുവരെ മഞ്ഞൾ പൊടി വിറ്റിട്ടില്ല, മഞ്ഞപ്പൊടിയേ വിറ്റിട്ടുള്ളൂ. അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, കേസ് കൊടുക്കത്തത് പിന്നെ കിട്ടാവുന്ന സാധനമൊക്കെ പൊടിച്ച് മഞ്ഞ ഡൈയും ചേർത്ത് വിൽക്കുമ്പോൾ ഇതിനകത്ത് മഞ്ഞൾ ഉണ്ടാകണമെങ്കിൽ കുറച്ച് പാടാണ്. മനസ്സിലായില്ല? ഇവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. ഇതൊക്കെ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി സുഖമായി ഉണ്ടാക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിച്ച് തരണമെന്ന് വിദ്യാസമ്പന്നരും പണമുള്ളവനും ചിന്തിച്ചതുപോലെ ഒരു പാവപ്പെട്ടവനും ചിന്തിച്ചില്ല. അതുകൊണ്ട് ആരോഗ്യം നിങ്ങൾക്ക് വളരെ ദൂരെയാണ്. അത് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ഇറങ്ങിയിരിക്കുക രാവിലെ. പറഞ്ഞത് ശരിയല്ല. കൈ നിറച്ച് കാശേ ഉള്ളൂ, നല്ല മനസ്സില്ല. ആദ്യം പോയി ആലോചിക്കുക. ഓരോ പൊടിയും വാങ്ങിക്കുമ്പോൾ നോക്ക്, പൊടിക്കുള്ളതായ മുളക്, മല്ലി, ജീരകം ഒക്കെ കേരളത്തിന് വെളിയിൽ. കേരളത്തിൽ ഇതിന്റെ ഉൽപാദനമില്ല. ശരിയല്ല? അതിർത്തി കിടക്കുമ്പോൾ പൈസ കൊടുക്കണം, ടാക്സ്. അവിടുന്ന് വില കൊടുക്കണം, ഇവിടെ കൊണ്ടുവരണം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ സാധനം ഇറക്കാൻ ചുമട്ടുകൂലി കൊടുക്കണം. കേരളത്തിൽ വേണ്ട. പൊടിക്കാനുള്ള ചെലവ് വേണം. സ്വന്തമായുണ്ട് ഫാമെങ്കിലും പുറത്താണെങ്കിലും. പൊടിച്ചു കഴിഞ്ഞാൽ അത് പായ്ക്ക് ചെയ്യാനുള്ള ആളുകളെ നിയമിക്കണം. പായ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പായ്ക്കറ്റ്, അതിൽ പ്രിന്റ് ചെയ്യാനുള്ള ത്രിവർണ്ണ പരിപാടികൾ, അതിനുള്ള പരസ്യം, അതിനുള്ള സിനിമ, TV-യിൽ ഓരോ സിനിമയുടെയും സീരിയലിന്റെയും കൂടെയുള്ള പരസ്യം, ഇതെല്ലാം കൊടുക്കണം. ലക്ഷങ്ങളിൽ ചിലവാക്കണം. ഇതെല്ലാം കൂടാതെ
ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കണം പരിശോധനയ്ക്ക് വരുമ്പോൾ. ഇതും കൂടാതെ ഡീലർക്ക് കമ്മീഷൻ കൊടുക്കണം, ഒരു 30%. ഇത്രയും കഴിഞ്ഞിട്ട് അതിന്റെ റോ മെറ്റീരിയലിനേക്കാൾ വില കുറച്ച് വിൽക്കുക. അത് മേടിക്കാൻ പോയവൻ ഈ സാധനം അതല്ലെന്ന് തീരുമാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ആരോഗ്യം ഉണ്ടാവുക? പറഞ്ഞത് തികഞ്ഞ അതിശയോക്തിയാണ്. ആലോചിച്ചിട്ട് മതി ഭക്ഷണം കഴിക്കാൻ. ഇതെല്ലാം വലിച്ചുവാരി തിന്നേച്ച് റിയാക്ഷൻ മുഴുവൻ ശരീരത്തുണ്ടാകുമ്പോൾ മരുന്നുകൾക്ക് റിയാക്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക. ഇത് കൂടുതൽ റിയാക്ഷൻ വല്ലതും വേണോ? ചോദ്യം മനസ്സിലായില്ല. അതുകൊണ്ട് ഭക്ഷണ പാനീയാദികൾ ശ്രദ്ധാപൂർവം മേടിച്ച് കഴിക്കുന്നവൻ മാത്രമേ മരുന്നിന് നിൽക്കാവൂ. ഫ്രിഡ്ജ് ഉപയോഗിക്കരുത്. ഫ്രിഡ്ജ് എല്ലാ അണുക്കളുടെയും വൈറസുകളുടെയും അമീബകളുടെയും താവളമാണ്. തണുപ്പിൽ ഇതുണ്ടാവില്ല എന്നാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ശരിയല്ല. സൂര്യന് പ്രകാശം ചെല്ലാത്ത രാജ്യങ്ങള്, വളരെ തണുപ്പുള്ള രാജ്യങ്ങള് ഉണ്ട്. അവിടെ ഉണ്ടായിട്ടുള്ള രോഗങ്ങൾ പലതും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഗൊണോറിയ, സിഫിലിസ്, പാപ്പിലോമ വൈറസ് പരത്തുന്ന രോഗങ്ങൾ, ഇവയൊന്നും ഇന്ത്യയിൽ പ്രാചീന കാലത്ത് കണ്ടിരുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായി രോഗങ്ങൾ കാണുന്നത് ഡച്ചുകാരുടെ ആഗമനത്തിന് ശേഷമാണ്. അതാകട്ടെ കുറെ കാലം കൊണ്ട് ഇന്ത്യൻ മണ്ണിൽ അത് വേണ്ടത്ര കിളുക്കാതെ മുളയ്ക്കാതെ പോവുക ചെയ്തത്. ഇതിന് കാരണം സൂര്യൻ ഒട്ടേറെ വൈറസുകളെയും അമീബകളെയും ബാക്ടീരിയയും ഇല്ലാതാക്കുന്നതാണ്. സൂര്യപ്രകാശത്തോട് ബന്ധപ്പെടാതായതോടുകൂടിയാണ് നിങ്ങളൊരു നല്ല ശതമാനത്തിൻ്റെയും എല്ലും പല്ലും തേയാൻ തുടങ്ങിയത്. 10 പൈസ മുടക്കാതെ ഇന്ത്യക്കാരന് കിട്ടിയ വൈറ്റമിൻ ഡി ആയിരുന്നു സൂര്യൻ. ശരിയല്ല. പിള്ളേരെ വെളിയിലിറക്കുകയില്ല, സൂര്യപ്രകാശം കാണിക്കില്ല, ജനിച്ചാല് പൊതിഞ്ഞു കെട്ടി കൊണ്ടു നടക്കുകയാണ്. ഈ പൊതിച്ചിൽ അവസാനം വരെ പൊതിയാൻ തുടങ്ങിയതോടുകൂടി പ്രായമെത്താതെ പൊതിഞ്ഞു കുഴിച്ചു മൂടേണ്ട ഗതികേടില്ല നിങ്ങളിന്ന്. ശരിയല്ല. വീട്ടില് AC റൂം, AC വണ്ടിയിൽ, AC സെൻട്രലൈസ്ഡ് AC ഉള്ള സ്കൂളിലേക്ക് തെറ്റിദ്ധാരണ അതിനകത്തൊന്നും ബാക്ടീരിയ അമീബയൊന്നും ഇല്ലാന്ന്, അതിനകത്ത് വൈറസ് ഇല്ലാന്ന്. ഇത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു മൈക്രോസ്കോപ്പ് വാങ്ങിച്ച് അവന്റെ ഫ്രിഡ്ജിലേക്ക് നോക്കിയാൽ മതി. അത്രയും ആകെ ചിലവാക്കണ്ടു. പറഞ്ഞ് കേട്ടിട്ട് പോയിട്ട് നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ ഫ്രിഡ്ജുകളും ഫ്രീസറുകളും ബാക്ടീരിയകളുടെയും അമീബകളുടെയും വൈറസുകളുടെയും താവളമാണോ എന്ന് നോക്കാം. ഫ്രിഡ്ജും ഫ്രീസറും അതിനകത്ത് പാചകം ചെയ്തു വെച്ച ഭക്ഷണവും വന്നതോടുകൂടിയാണ് ഇന്ന് കാണുന്ന രോഗങ്ങളിൽ നല്ലൊരു ശതമാനവും ആവിർഭവിച്ചത്. ഇന്ത്യയിൽ ഇല്ലാതിരുന്നത് ഒന്ന് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പിള്ളേരെടുത്ത് കുടിക്കുമ്പോൾ ആദ്യം തൊണ്ട കാറും. ശരിയല്ല. ഈസോഫേഗസിൽ വരുന്ന ഹ്യൂമൻ പാപ്പിലോമയുടെ പിടി അതോടെ തുടങ്ങുകയായി. സ്ത്രീകളിൽ ഇന്ന് കാണുന്ന നല്ലൊരു ശതമാനം രോഗവും ഒന്ന് ഫ്രിഡ്ജും ഫ്രീസറും, 2 അവരുപയോഗിക്കുന്ന അൺഹൈജീനിക് ആയിരിക്കുന്ന നാപ്കിനുകളുടെയും മറ്റും സംഭാവന. പഴയ കാലത്ത് മര്യാദയ്ക്ക് വീട്ടില് നല്ല കോട്ടൺ തുണി നന്നായി പുഴുങ്ങി അലക്കിയാണ് സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നത്. ശരിയല്ല. ഇന്ന് ഓടിച്ചെന്ന് ഒരു പാക്കറ്റ് വാങ്ങിച്ചു, അത് പ്ലാസ്റ്റിക് ആണ് പലപ്പോഴും. പ്രായമായവർ വരെ ഇപ്പോഴത്തെ തലമുറയിൽ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മെൻസുറൽ ബ്ലഡും എല്ലാം അവിടെ തങ്ങി ദിവസങ്ങളോളം നിൽക്കുമ്പോൾ അതിനകത്തൊരു വൈറൽ കോളനി തന്നെ രൂപാന്തരപ്പെടുന്നു. കൂടെ കഴിക്കുന്നത് ഈ ആഹാരവും. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ RCC നടത്തിയ പരീക്ഷണത്തിൽ, നാനാജാതി മതസ്ഥരായ ആളുകളെ ഉൾപ്പെടുത്തി നടത്തിയ പരീക്ഷണത്തിൽ 100% സ്ത്രീകളിലും HPV വൈറസിന്റെ ആക്രമണമുണ്ട്.
HPV ആക്രമിച്ചാൽ സർവീക്സിൽ ക്യാൻസറാണ്. വെറും വെള്ളപ്പോക്കിൽ തുടങ്ങി മാരകമാം വിധം ബാധിക്കുന്ന ഈ രോഗത്തെ തടയുന്നതിന് മര്യാദയ്ക്കുള്ള ജീവിതമല്ല ഇന്ന് സ്ത്രീകൾ പുലർത്തുന്നത്. ഇത് തനിക്ക് കിട്ടിയത് പുരുഷന്മാരിലൂടെ അന്യരിലേക്ക് പകർന്നു കൊടുക്കുകയും മാരകമാം വിധം നിങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നതിന് കാരണം മര്യാദയില്ലാത്ത നിങ്ങളുടെ ജീവിത രീതികളാണ്. അതുകൊണ്ട് ആദ്യം ശുദ്ധവൃത്തികളോടെ മര്യാദാമസൃണമായി തള്ളയും തന്തയും ഒക്കെ എങ്ങനെ ജീവിച്ചു നോക്കണം. എന്നിട്ട് മരുന്ന് കഴിക്കണം. മനസ്സിലാവോ? ഇന്ന് ഹിന്ദുക്കളുടെ ഭവനങ്ങളിലൊരു വിളക്ക് കത്തിക്കാനുള്ള തിരിക്ക് പോലും കോട്ടൺ തുണിയില്ല. ശരിയല്ല. മുഴുവൻ ടെറീനും ടെറിക്കോട്ടനുമാണ്. ടെറീനും ടെറിക്കോട്ടനും സിന്തറ്റിക് ഉൽപ്പന്നമാണ്. ശരിയല്ല. ശരിയാണ്. സിന്തറ്റിക് ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ത്വക്കിൽ പറ്റിക്കിടക്കുമ്പോൾ ത്വക്കിന്റെ പ്രായം കൂടും. ത്വക്ക് രോഗങ്ങൾക്ക് മുഖ്യമായി കാരണമാവും. നിങ്ങളുടെ വേർപ്പോ മറ്റു കാര്യങ്ങളോ പുറത്തേക്ക് പോവില്ല. നിങ്ങളുടെ ത്വക്കും തലച്ചോറും ഒരേ വർണ്ണവസ്തു കൊണ്ടായതുകൊണ്ട് ത്വക്കിൽ നിന്ന് മാരകമാം വിധം ഈ സംവേദനങ്ങൾ മസ്തിഷ്കത്തിലെത്തും. അവ ഒട്ടേറെ രോഗങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ടൊരു സാമൂഹിക ആരോഗ്യത്തെ പരിഗണിച്ച് നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ആഹാരം, നിങ്ങളുടെ ജീവിത രീതി ഇവ തരാൻ പര്യാപ്തമല്ലാത്തൊരു ശാസ്ത്രത്തെ പൊക്കിപ്പിടിച്ചാണ് ലക്ഷങ്ങൾ അഡ്മിഷന് കൊടുത്ത് നിങ്ങൾ പഠിച്ചിറങ്ങി വന്ന് മുട്ട വിരിഞ്ഞു വരുന്ന ആളുകൾ ആരോഗ്യം പരിരക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് ഈ ജാട കാണിച്ച് നിങ്ങളെ കൂടുതൽ രോഗികളാക്കുന്നത്. മറിച്ചൊരു ആരോഗ്യശാസ്ത്രം സമഗ്രമാണെങ്കിൽ ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ച് അതിന് പറയാനുണ്ടാവണം, വസ്ത്രധാരണത്തെക്കുറിച്ച് അതിന് പറയാനുണ്ടാവണം, കാലത്തെക്കുറിച്ച് പറയാനുണ്ടാവണം, ദേശത്തെക്കുറിച്ച് പറയാനുണ്ടാവണം. കാലദേശ പരിച്ഛിന്നവും വസ്തുപരിച്ഛിന്നവുമായ തലങ്ങളിൽ സംഭാവനയില്ലാത്ത ഒരു ശാസ്ത്രത്തെ മുറുകെ പിടിക്കാൻ തുടങ്ങിയത് എളുപ്പമായതുകൊണ്ടാണ്. മര്യാദയ്ക്ക് പഴമക്കാർ പറഞ്ഞ വൈദ്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിച്ചാൽ ആഹാരം കഴിക്കുമ്പോൾ സൂക്ഷിക്കണം. ശരിയല്ല. ഉടുക്കുമ്പോൾ സൂക്ഷിക്കണം, നടക്കുമ്പോൾ സൂക്ഷിക്കണം, ഉറങ്ങുമ്പോൾ സൂക്ഷിക്കണം. മതങ്ങളുടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങിയാൽ മര്യാദയ്ക്ക് ജീവിക്കണം. അതുകൊണ്ട് അതിനോട് വിട പറഞ്ഞു. നേരത്തെ പ്രാചീനങ്ങളായ വൈദ്യശാസ്ത്രങ്ങളോട് എല്ലാം നിങ്ങൾ വിട പറഞ്ഞു. കാരണം അതൊക്കെ മനുഷ്യനെ മര്യാദയ്ക്ക് ജീവിപ്പിക്കുന്നതാണ്. ശരിയല്ല. നിങ്ങൾക്ക് ചെത്ത് സ്റ്റൈലിൽ ജീവിക്കാൻ ആരൊക്കെയോ എഴുതി വെച്ച അശാസ്ത്രീയങ്ങളായ സങ്കല്പങ്ങളെ അവിടെ നിന്നും ഇവിടെ നിന്നും മാത്രം കോട്ട് ചെയ്ത് എളുപ്പ വഴി നോക്കി നിങ്ങൾ ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് വരദാനമായി കിട്ടിയതായി രോഗങ്ങളെല്ലാം. അത് മാറാൻ കാശുമായി ഇറങ്ങിയാൽ പോരാ. അതുകൊണ്ടാണ് രാവിലെ ഇത് പറഞ്ഞു മരുന്ന് തരുന്നത്. ഇത് നിങ്ങളുടെ ആദ്യത്തെ അനുഭവമായിരിക്കും. കാരണം വേറെ പലയിടത്തും പോയി മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും. അവിടെയൊന്നും ഈ പണി കാണുകയല്ല. ശരിയല്ല. കാരണം ഈ പണിക്ക് തന്നെ ഇടം ഉണ്ടാവില്ല. ഈ പണി കഴിഞ്ഞാൽ നിങ്ങളാരും നിൽക്കുകയില്ല. ആളിന്റെ എണ്ണം കുറയും. നിങ്ങൾക്ക് എന്തും തിന്നാം, വരുവിൻ, എങ്ങനെയും ജീവിക്കാം, ഏത് പണിയും കാണിക്കാം. രോഗത്തിന് ഈ മരുന്ന് കഴിച്ചാൽ മതി എന്നൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറകെ ഓടുന്ന കാലമാണ്. ശരിയല്ല. ധാർമ്മിക മര്യാദകൾ പാലിക്കാതെ ഒരുത്തന് രോഗം മാറില്ല. അത് പറയുന്ന ഒരു ശാസ്ത്രത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ ഒരാൾ കഴിച്ചാൽ മതി. പോയി നിങ്ങൾ ഏത് മതത്തിന്റെയും ആധികാരിക ഗ്രന്ഥങ്ങൾ സത്യസന്ധമായി എഴുതിയിട്ടുള്ളത് വായിച്ചു നോക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളും ശാസ്ത്രവും അതുമായി ഒരിക്കലും ഭിന്നമാവില്ല. ശരിയല്ല. ഒന്നും വേണ്ട. മറിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ ഇവിടെ പോലും നിങ്ങളൊരു പൈസ മുടക്കണ്ട. ഞാൻ ഈ രാവിലെ പറയുന്ന കാര്യങ്ങൾ കേട്ട് മരുന്നൊന്നും മേടിക്കാതെ വീട്ടിൽ പോയി മര്യാദയ്ക്ക് ഇരുന്നാൽ മതി. രോഗം എല്ലാം ശമിക്കാൻ തുടങ്ങും. കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. മരുന്ന് എവിടുന്ന് പോലും വാങ്ങിക്കണം.